ഗൗതമ കുടുംബത്തിലെ സിദ്ധാർത്ഥൻ എന്ന രാജാവ് ശ്രീബുദ്ധനായി പൂർണ്ണത നേടിയ ദിനമാണ് ബുദ്ധപൂർണിമ. വൈശാഖ മാസത്തിലെ വെളുത്ത വാവും വിശാഖം നക്ഷത്രവും ഒത്തുചേരുന്ന ദിനം. നേപ്പാളിലെ ലുംബിനിയിലുള്ള രാജകൊട്ടാരത്തിലായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ജനനം. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. ആത്യന്തികമായി സന്യാസവും അർത്ഥശൂന്യമാണെന്ന് തിരിച്ചറിയുന്ന സിദ്ധാർത്ഥൻ ബോധിവൃക്ഷ ചുവട്ടിലെത്തി പരമമായ സത്യം കണ്ടെത്തുവാനായി അവിടെ ധ്യാനത്തിൽ ലയിച്ചു. തൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു. അതോടെ ശ്രീബുദ്ധൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ബുദ്ധമതം സ്ഥാപിച്ച ആത്മീയ ഗുരുവായ ശ്രീബുദ്ധൻ എല്ലാ ജീവികളിലും അഹിംസയുടെയും കരുണയുടെയും സന്ദേശം പഠിപ്പിക്കാനായി ആത്മീയ അധ്യാപകനായി യാത്ര തുടങ്ങി. തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ഏവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന്